ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോയമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ദിനംതോറുമുള്ള ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നോയമ്പ് സൗഖ്യത്തിനും നിരപ്പിനും വേണ്ടിയിട്ടുള്ളതാണ്. അല്പനേരത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് 2:47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 2:47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വിസ്മയിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്തിന്? നിന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതിന് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നിരുന്നു. ഈ വേദവാക്കിൽ നിന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ ദേവാലയത്തിൽ ചെല്ലാനും പ്രാർത്ഥിക്കാനുമുള്ള യേശുവിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചാണ്. പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ആലയത്തിൽ ചെല്ലാൻ എന്നത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. നമുക്ക് യുവനത്തിൽ തന്നെ ദൈവത്തെ അറിയുവാൻ സാധിക്കണം. മാതാപിതാക്കൾക്ക് യേശുവിനെ നഷ്ടപ്പെട്ട് അവർ അന്വേഷിച്ചു തന്നപ്പോൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് മാതാപിതാക്കൾ കാണുന്നത്. അതുപോലെ നോയമ്പ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരുമായി തീർക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ആമേൻ.